യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സായി നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായി എന്ന വിവരമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നത്. ഇത് സംബന്ധിച്ച് യമനിലെ മതപണ്ഡിതരും സൂഫി വര്യനും ഒക്കെ നടത്തിയ ചർച്ചകൾ, അത് കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബവുമായി നടത്തിയ ചർച്ചയിൽ ഈ വധശിക്ഷ ഒഴിവാക്കണം അല്ലെങ്കിൽ അതിന് അനുകൂലമായൊരു നിലപാടെടുക്കണമെന്ന കാര്യം തലാലിൻ്റെ ബന്ധുക്കളെ ബോധ്യപ്പെടുത്താനായി, പ്രത്യേകിച്ച് മാതാപിതാക്കളെ ബോധ്യപ്പെടുത്താനായി എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ബൽറാം നെടുങ്ങാടിയുണ്ട്. ബൽറാം, ഇത് സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയവും സമാന്തരമായി ചില ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ മതപണ്ഡിതരെയും സൂഫി വര്യനെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകൾക്ക് അപ്പുറത്ത് ഇന്ത്യൻ എന്നുള്ള പ്രതിനിധികളെ അടക്കം അതിൽ ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രങ്ങൾ വഴിയുള്ള ഒരു സമ്മർദ്ദം ചെലുത്തലിനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്ന് നേരത്തെ സുപ്രീം കോടതിയിലടക്കം വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചതാണ്. ഇപ്പോഴത്തെ ഈ വധശിക്ഷ റദ്ദാക്കാനുള്ള ധാരണ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രസ് റിലീസ് എങ്കിലും ഈ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ? ഇതുവരെയും ഔപചാരികമായ ഒരു ആശയവിനിമയവും ഈ ഇന്ത്യയുമായി ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളും ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല ഔപചാരികമായി എന്നാണ് അറിയിക്കുന്നത്. അതിൽ പ്രധാന കാരണം എന്നുള്ളത് ഇന്ത്യക്ക് അത്തരത്തിലുള്ള ഒരു നിലവിൽ യമനുമായി ഒരു നയതന്ത്ര ബന്ധമില്ല. ഇന്ത്യക്ക് എംബസിയോ കോൺസുലേറ്റോ ഇല്ലാത്ത ഒരു രാജ്യമാണ്. യമനിലേക്ക് ഇന്ത്യൻ പൗരന്മാർക്ക് യാത്ര ചെയ്യാനോ പണം അയക്കാനോ പോലും തടസ്സങ്ങളുണ്ട്. ഈ ഒരു സാഹചര്യം നിലനിൽക്കെ മറ്റ് അനൗപചാരിക മാർഗങ്ങളാണ് വിദേശകാര്യ മന്ത്രാലയവും നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി തേടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഔപചാരികമായ ആശയവിനിമയത്തിന് സമയം എടുക്കും. ഇന്ത്യൻ എംബസിയെ സംബന്ധിച്ചിടത്തോളം യമൻ പൗരന്മാരായ ചില ജീവനക്കാർ മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധികളായി അവിടെ നിലവിൽ ഉള്ളത്. അവർ വഴിയുള്ള ആശയവിനിമയമാണ് ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ഒപ്പം തന്നെ അഭിഭാഷകന്റെ സേവനവും പ്രയോജനപ്പെടുത്തിയിരുന്നു. നേരത്തെ ഗൂഗിൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിഷയത്തിൽ മറ്റ് അനൗപചാരികമായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടേത് അടക്കമുള്ള ശ്രമങ്ങൾക്ക് ഒപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും മറ്റ് സൗഹൃദ രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടും യമനിലെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട യമൻ പൗരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുമുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്നതും ഒപ്പം തന്നെ മോചനത്തിനും വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അത് നേരത്തെ നിശ്ചയിച്ച വധശിക്ഷ അത് താൽക്കാലികമായി മാറ്റിവെക്കുന്നതിലടക്കം അത് സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്ന് വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ വധശിക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ ഔപചാരികമായ യാതൊരു തരത്തിലുള്ള അറിയിപ്പും വിദേശകാര്യ മന്ത്രാലയത്തിന് ലഭിച്ചതായുള്ള സ്ഥിരീകരണം ഇല്ല. അത് ഈ സമയത്തിന്റെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഔദ്യോഗിക സമയത്തിന്റെ വ്യത്യാസം കൂടി ഇതിന്റെ ഭാഗമായുണ്ട്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. അത് നേരത്തെ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു എന്ന് ആദ്യമായി സ്ഥിരീകരിച്ചത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ്. ആ സമാനമായ ഒരു നടപടി തന്നെയാണ് ഈ വധശിക്ഷ റദ്ദാക്കിയ വിഷയത്തിലും ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായുള്ള ചർച്ചകൾ നടന്നിരുന്നു. അനൗപചാരികമായ ചർച്ചകൾ അത് മത മേധാവികൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒപ്പം തന്നെ യമനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും ഉൾപ്പെടുന്ന ഒരു വിഭാഗവുമായാണ് ആ ഒരു ഘട്ടത്തിലുള്ള ചർച്ചകളായിരുന്നു ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്നതിനും മോചനത്തിനും വേണ്ടി നടന്നത്. ഇതിന്റെ തുടർച്ചയായുള്ള ചർച്ചകളുടെ ഫലമായി തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന വാർത്തയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ്. ഒപ്പം തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള തുടർ ചർച്ചകൾക്കുൾപ്പെടെ ഇതിലൂടെ വഴിയൊരുങ്ങുന്നു എന്നുള്ളതും ആശ്വാസകരമാണ്. ബൽറാം, തീർച്ചയായും ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന ഈ ഇത് സംബന്ധിച്ച ചർച്ചകൾ അല്ലെങ്കിൽ ഇടപെടലുകളെ ഒപ്പം തന്നെ ഇന്ത്യയിലെ ഈ ക്യാമ്പയിൻ അല്ലെങ്കിൽ സേവ് നിമിഷപ്രിയ ഫോറത്തിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളെ അടക്കം അതൊരു ഇരവാദമാണെന്നടക്കം രൂക്ഷമായ പ്രതികരണങ്ങൾ തലാലിൻ്റെ ബന്ധുക്കളുടെയും പ്രത്യേകിച്ച് സഹോദരൻ്റെ ഭാഗത്തു നിന്നുണ്ടായതാണ്. ഒപ്പം അവിടെ തലാലിൻ്റെ നീതിക്ക് വേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു, യുവാക്കളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു.
അങ്ങനെ കാര്യങ്ങളൊരു സങ്കീർണമായ നിലയിലേക്ക് പോയിടത്തു നിന്നാണ് പ്രതീക്ഷാ നിർഭരമായ പുതിയ സാഹചര്യം ഉരുത്തിരിയുന്നത്. ഈ നിമിഷപ്രിയയുടെ വധശിക്ഷയുടെ തീയതി നിശ്ചയിച്ചു. ഈ മാസം കഴിഞ്ഞ 16-നായിരുന്നു അത് നിശ്ചയിച്ചിരുന്ന. ആ ഒരു ഘട്ടം വലിയ നിരാശയുടേതായിരുന്നു. അടിയന്തരമായ ഇടപെടലുകൾ അത് ആ ഘട്ടത്തിലാണ് കാന്തപുരം APO അബൂബക്കർ മുസ്ലിയാരുടേതടക്കമുള്ള ഇടപെടലുകൾ ഈ വിഷയത്തിൽ ഉണ്ടായത്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്തു നിന്നും പരമാവധി നിമിഷപ്രിയയുടെ മോചനത്തിനായി അല്ലെങ്കിൽ വധശിക്ഷ മരവിപ്പിക്കുന്നതിനായി സാധ്യമായ എല്ലാ സഹായങ്ങൾക്കുമുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ഒപ്പം തന്നെ ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിഷയത്തിൽ തലാലിന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും ഒടുവിലും പ്രതികരണം ഉണ്ടായിരിക്കുന്നു. ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം, കുടുംബത്തിന്റെ ഒരു പ്രതികരണം പങ്കുവച്ചിരിക്കുന്നത് ഈ വധശിക്ഷ നടപ്പാക്കണം എന്ന ആവശ്യം തന്നെയാണ്. അത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് പങ്കുവെച്ചുകൊണ്ട് ഉള്ള ഒരു കുറിപ്പാണ് ഏറ്റവും ഒടുവിൽ ഏതാണ്ട് 1 മണിക്കൂർ മുമ്പായി തലാലിന്റെ സഹോദരൻ പങ്കുവച്ചിരിക്കുന്നത്, അബ്ദുൽ മഹദി പങ്കുവച്ചിരിക്കുന്നത്. അതിലും ഈ തങ്ങളുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. നീതി ലഭിക്കണമെങ്കിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണം. നേരത്തെ 16-ന് ഈ മാസം 16-ന് നിശ്ചയിച്ച വധശിക്ഷ അനിശ്ചിതമായി നീളുകയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ആ കുറിപ്പിലും പങ്കുവച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ തങ്ങൾ തുടർച്ചയായി ഈ ആവശ്യം ഉന്നയിച്ചാൽ മാത്രമാണ് നീതി ലഭിക്കുക എന്നില്ല. നിശബ്ദത പോലും നീതിക്ക് വേണ്ടിയുള്ള ഒരു സമരമാണ് എന്ന തരത്തിലുള്ള പ്രതികരണം ഈ മഹദിയുടെ ഈ പോസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഈ സഹോദരന് അപ്പുറത്തേക്ക് മറ്റ് മാതാപിതാക്കൾ അടക്കമുള്ളവരുമായി ചർച്ചകൾ നടന്നു, അല്ലെങ്കിൽ ആശയവിനിമയം നടന്നു ഈ ഘട്ടത്തിൽ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അവരുടെ കൂടി അല്ലെങ്കിൽ അവരുടെ സമ്മതത്തോടെയാണ് ഈ തീരുമാനത്തിലേക്ക്, വധശിക്ഷ റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇനി അടുത്ത ഘട്ട ചർച്ചകൾക്കുള്ള വാതിൽ കൂടി അതിലൂടെ തുറന്നിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുന്നതിനായുള്ള ചർച്ചകൾ, അതിനായുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു. നിലവിലിപ്പോൾ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഈ മാസം നടപ്പാക്കാനിരുന്ന വധശിക്ഷ നേരത്തെ മാറ്റിവെക്കുകയായിരുന്നു. അത് അനിശ്ചിതമായി മാറ്റിവെക്കുകയായിരുന്നു എങ്കിൽ അതിന് അപ്പുറത്തേക്ക് വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. അത് യമനിലെ വിചാരണ കോടതിയും തുടർന്ന് യമനിലെ പരമോന്നത കോടതിയും വധശിക്ഷ വിധിക്കുകയും തുടർന്ന് പ്രസിഡന്റ് അത് ശരിവെക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ നടന്ന ചർച്ചകളിൽ ആ വധശിക്ഷ റദ്ദാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അനൗപചാരികമായുള്ള സ്ഥിരീകരണം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇന്ത്യക്ക് അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് ഇതുമായി ബന്ധപ്പെട്ട ഔപചാരികമായ ഒരു അറിയിപ്പ് ഇതുവരെയും ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ വിഷയത്തിൽ വധശിക്ഷ റദ്ദാക്കാനുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തീർച്ചയായും ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനിയിപ്പോൾ ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട്. ഷഹദ്, മുമ്പ് ഈ വധശിക്ഷ നീട്ടിവെക്കാൻ, അല്ലെങ്കിൽ 16-ാം തീയതി നടപ്പാക്കുമെന്ന് പറഞ്ഞ വധശിക്ഷ ഏറെ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന സമയത്താണ് 15-ാം തീയതി ആ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെക്കാനുള്ള ഒരു തീരുമാനം വരുന്നത്. ആ തീരുമാനവും ആദ്യം പുറത്തു വരുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്നാണ്. ആ നിലയ്ക്ക് ഇപ്പോഴത്തെ ഈ തീരുമാനവും ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു സ്ഥിരീകരണം വന്നില്ലെങ്കിൽ പോലും ഏറെ പ്രതീക്ഷയോടുകൂടി ഉറപ്പിക്കാവുന്നൊരു ധാരണയെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇനിയും ചർച്ചകൾ ആവശ്യമാണ് എന്ന് ഈ ഘട്ടത്തിലും പറയുന്നുണ്ട് പ്രതികരിക്കുന്നവരെല്ലാവരും തന്നെ. കാരണം നിമിഷപ്രിയയെ വിട്ടയക്കാൻ, അവിടെ നിന്ന് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ, അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരു മോചനത്തിനുള്ള വഴി തുറക്കുമോ, അതല്ല പകരം ഏതെങ്കിലും തരത്തിൽ വധശിക്ഷ ഒഴിവാക്കുന്ന ഘട്ടത്തിൽ മറ്റ് ശിക്ഷ, ജീവപര്യന്തമോ അങ്ങനെയുള്ള ഏതെങ്കിലും ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ, ഇക്കാര്യത്തിലൊക്കെ ഇനിയും സംവാദം അല്ലെങ്കിൽ ചർച്ച, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട കടമ്പകൾ മുന്നോട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും ഗോകുൽ, അങ്ങനെ തന്നെയാണ്. കാരണം തലാലിന്റെ തന്നെ നീതിക്ക് വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധി ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതുപോലും ഇക്കാര്യമാണ്. കാരണം ഈ വിഷയത്തിൽ, അതായത് വധശിക്ഷ പൂർണ്ണമായിട്ടും റദ്ദാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അല്പസമയം മുൻപിട്ടിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. എന്നാൽ ഈ വധശിക്ഷയ്ക്ക് പുറമെ ഇത്തരത്തിൽ ഈ ജീവപര്യന്തമോ അല്ലെങ്കിൽ ഈ വധശിക്ഷ ഒഴിവാക്കിക്കൊണ്ടുള്ള ജയിൽ മോചനമോ ആണ് ഇനി ഈ വിഷയത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയത്തിൽ
വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു, വലിയ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന് ഈ തലാലിന്റെ ഈ ആക്ഷൻ കൗൺസിൽ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അവരതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പം മുമ്പ് ഗോകുൽ ചോദിച്ചതുപോലെ തന്നെ അതായത് നമ്മുടെ രാജ്യത്തിന് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ട് യാതൊരുവിധ അറിയിപ്പും കിട്ടിയിട്ടില്ല. അതിന് കാരണവുമുണ്ട്. കാരണം ഇതുവരെ നടന്നിട്ടുള്ള ചർച്ചകളൊന്നും തന്നെ ഔദ്യോഗികമായിട്ടോ അല്ലെങ്കിൽ ഒഫീഷ്യൽ ഫോർമാറ്റിലോ ഉള്ള ചർച്ചകളല്ല നടന്നിട്ടുള്ളത്. കാരണം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് തീർത്തും വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങൾ വെച്ചുമാണ്. അപ്പോൾ അവിടെയുള്ള യമൻ സൂഫി പണ്ഡിതരുമായിട്ടാണ് കൂടുതൽ കാര്യങ്ങളിൽ ഈ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും അവർ ഈ കുടുംബവുമായിട്ട് നേരിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടക്കം മുതൽ തന്നെ അതായത് ഈ വധശിക്ഷ മരവിപ്പിച്ച ഘട്ടത്തിൽ തന്നെ ദിവസങ്ങളിൽ നടത്തിയ ചർച്ചയിൽ ശുഭസൂചനകൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ യഥേഷ്ടം ഈ പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇതടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിൽ നിന്ന് പോലുമുള്ള ചില ആളുകൾ അവിടെയുള്ള ഈ യമൻ പൗരന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും ഒപ്പം തന്നെ അവിടെ ഇത്തരത്തിൽ സമരം നടത്തുന്ന ആക്ഷൻ കൗൺസിലിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലുമൊക്കെ അറബി ഭാഷയിൽ അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ തർജ്ജമ ചെയ്തുപോലും ഇത്തരത്തിൽ കമന്റും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന തരത്തിൽ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് അവരെ കൂടുതൽ പ്രകോപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ തുടർച്ചയായിട്ട് ഈ വിഷയത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റും ഇത്തരത്തിൽ ഇതിന് കീഴടങ്ങില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം നിലവിൽ നമുക്ക് തലാലിന്റെ അനന്തരാവകാശികളുടെയും ഒപ്പം തന്നെ മാതാപിതാക്കളുടെയും സമ്മതമാണ് വേണ്ടത്, സമ്മതപത്രമാണ് വേണ്ടത്. അതിൽ നമ്മൾ എന്തായാലും വിജയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ വിഷയത്തിൽ എന്തായാലും നമുക്കൊരു അനുകൂല സമീപനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും ഈ വിഷയത്തിൽ ചർച്ചകൾ ആവശ്യമാണ്. ഇനിയുള്ള ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട സജീവ ചർച്ചകൾ നടക്കും. കാരണം ഇപ്പോഴും അവർ വധശിക്ഷ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ റദ്ദ് ചെയ്യാനോ ആണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഉത്തരവ് അടുത്ത ദിവസം പുറത്തിറങ്ങും. കാരണം നമ്മുടെ സമയവും അവരുടെ സമയവും തമ്മിൽ വലിയ അന്തരമുണ്ട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് അടുത്ത ദിവസം പുറത്തിറങ്ങും. പക്ഷേ അപ്പോഴും ഇതിൽ നിൽക്കുന്നത് ഇനി ജീവപര്യന്തം വേണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം വരേണ്ടതുണ്ട്. അവർ അത്തരം ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരം ചില ആലോചനകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൽ നിന്നും മോചിതയാക്കി പൂർണ്ണമായിട്ടും നിമിഷപ്രിയയെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അതിന്റെ നടത്തേണ്ടത്, അതിനുള്ള ചർച്ചകളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കേണ്ടത്. തീർച്ചയായും ഒരുപാട് തുരങ്കം വെക്കലുകളും അത്തരത്തിലുള്ള തിരിച്ചടി നേരിട്ട ഘട്ടങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ജാതിയോ മതമോ വിശ്വാസമോ പരിഗണിക്കാതെ ഇറങ്ങി പുറപ്പെട്ട ഈ ഒരു ദൗത്യത്തിനൊപ്പം അല്ലെങ്കിൽ ഈ അമ്മയുടെ ശ്രമത്തിന്, പ്രേമകുമാരി അമ്മയുടെ ശ്രമത്തിനൊപ്പം നിന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പ്രത്യേകിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അടക്കം അദ്ദേഹത്തിൻ്റെതായ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യമനിൽ നടത്തിയ ഇടപെടലുകൾ അതൊരു ഫലം കാണുന്നു, അല്ലെങ്കിൽ അതിലൊരു നിർണായകമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ ഏതായാലും റദ്ദാക്കാൻ തീരുമാനമാകുന്നു. ഇനി ഏത് തരത്തിലുള്ള ശിക്ഷ അല്ലെങ്കിൽ ദിയാധനം സ്വീകരിച്ചുകൊണ്ട് മോചിപ്പിക്കണോ ഇക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബമാണ്. അതിൽ ഇനിയും തുടർ ചർച്ചകൾ ആവശ്യമുണ്ട്. എങ്കിൽ പോലും നിമിഷപ്രിയയുടെ ജീവൻ നിലനിർത്താനാകും എന്ന കാര്യത്തിൽ ഒരു ധാരണയിലെത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.